കണ്ണപ്പമാവാ വന്നിരിക്കണോ. ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ്. ഞാൻ നിങ്ങൾ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എത്രമാത്രം പേരാണ് എനിക്ക് വീഡിയോ അയച്ചു തരുന്നത്, ഇതൊന്ന് കാണണം, ഇതൊന്ന് കണ്ടിട്ട് റിയാക്ട് ചെയ്യണം, ദയവ് ചെയ്തിട്ട് റിയാക്ട് ചെയ്യണം. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ ഞാനാണ് ജാസിയുടെ കൂടെ ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത്. യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി 2020 മുതൽ ജാസിയുടെ ഫ്രണ്ടാണ്. ഏതാണ് ഏതാ ഇവള്? ജാസി എന്റെ ഫ്രണ്ടാന്ന് പോലും. അത് ജാസി മാത്രം തീരുമാനിച്ചാ മതിയാ? ഓനും അല്ല ഓളും അല്ല, ആ നായി എന്റെ ഫ്രണ്ടാണെന്നുള്ളത് ഓൻ തീരുമാനിച്ചാ മതിയാ? ഞാൻ പറയൊന്നും വേണ്ട. അന്ന് ഇവനൊന്നും നാട്ടിനൊരു ലൈസൻസ് ഇല്ലാതായ പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പമ്മ. ശരി തന്നെയാണ്, നിങ്ങൾക്ക് എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ പറയുന്ന നായിന ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഒരാളാണ്. അല്ലെങ്കിൽ അന്നെടുത്ത് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഈ സ്ത്രീനോട് ആരാ പറഞ്ഞത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നുള്ളത്? ഞാൻ എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങളെ വീഡിയോ കാണിക്കത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് കുറച്ചു കാലം മുന്നേ രേണു സുധി എന്ന് പറയുന്ന ഒരാളെ പിടിച്ചിട്ട് വൈറലാവാൻ നോക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇപ്പോ പുള്ളിക്കാരത്തിക്ക് അറിയാം കത്തി നിൽക്കുന്ന ടോപ്പിക് നമ്മുടെ വെച്ച് കെട്ടിയ സിലിക്കോൺ ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിലിക്കോണിനെ കുറച്ച് പറ്റിയിട്ട് നൈസായിട്ട് സൈഡ് കൂടെ ഒന്ന് വാഴ നനയുമ്പം ചീരക്കും നനയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇത്രയും വൃത്തികേടുകൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ പറയുന്നത്? ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. അവന്റെ അപ്പൊ ഡൗൺ സർജറി കഴിയാത്ത ജാസി, അതായത് ഈ പറയുന്ന ജാസിന്റെ അണ്ടി അവിടെ തന്നെ ഉണ്ട്. ഈ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ച നായി. പിന്നെ ഈ നായി പറയുന്നുണ്ട് എന്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ല, എന്റെ ഹെൽത്ത് നോക്കിയായ പാട് ഞാനൊന്ന് ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും എന്നുള്ളത്. അല്ല, നീ പിന്നെ നിന്റെ യൂട്യൂബ് ചാനലിൽ ബാക്കി പറഞ്ഞത് കുണ്ടി കൂടിയാന്ന്. അണ്ണാക്ക് കൂടി തന്നെയല്ലേ? അപ്പൊ നിനക്ക് ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ലേ? വിവാദങ്ങൾ വരുമ്പോ മാത്രമാണോ നിന്റെ സിലിക്കോണിലുള്ള സ്റ്റിച്ച് നിനക്ക് വേദന എടുക്കുന്നത്? ഉത്തരം പറ. നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.